المسلم لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا രണ്ട് പ്രധാനപ്പെട്ട ദുആകളാണ് റബ്ബന ലാ തുആഖിദ്നാ ഞങ്ങളെ റബ്ബേ ഞങ്ങളെ നീ പിടിച്ചു ശിക്ഷിക്കരുത് റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ മറന്നുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കരുത് ഔ അഖ്തഅനാ അല്ലേ പിഴവ് സംഭവിച്ചു പോയതാണ് വിവരമില്ലാത്തതിന്റെ പേരിൽ അത് നടന്നതിന്റെ ശേഷം ഒരാളാണ് പറയുന്നത് അത് ചെയ്യാൻ പാടില്ലയോ അങ്ങനത്തെ അതാണ് സത്തഹ് അങ്ങനെ സത്തഹ് പറ്റിയതോ മറന്നുപോയതിന്റെ പേരിൽ ഞങ്ങൾ ശിക്ഷിക്കരുത് പിന്നെ ربنا لا تحمل علينا إصرا كما حملته على الذين من قبلنا ഞങ്ങളെ മുൻഗാമികളായ സമുദായത്തിന് കൊടുത്തതുപോലെയുള്ള നിയമങ്ങൾ ഞങ്ങളെ മേൽ നീ ചുമത്തരുതേ റബ്ബേ മുൻഗാമികളായ സമുദായത്തിന് പല നിയമങ്ങളുണ്ടായി അവരെ ശരീരത്തിൽ നജസായാല് അവിടെ മോശമാണ് വസ്ത്രത്തിൽ നജസായാൽ കഴുകിയാൽ ശരിയാവില്ല അവിടെ മറിച്ച് മാറ്റണം അവർക്കൊന്നും കൊടുത്തതുപോലെ ശിക്ഷ തരില്ല അവർക്ക് മറന്നു തെറ്റ് ചെയ്യാൻ പാടില്ല തെറ്റ് ചെയ്യാൻ പാടില്ല നമുക്ക് എന്റെ സമുദായത്തിന് മറന്നുകൊണ്ടുണ്ട് തെറ്റ് ചെയ്തു പോയാലും പിഴച്ചു പോയി അബദ്ധത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാലും അത് നേരത്തെ ഓർക്കപ്പെട്ടു ഇപ്പൊ പോയി നല്ലതാണ് വെറുതെ അവര് പോയപ്പോ അവിടെ പിന്നെ ആ കൂളറുണ്ട് ഗ്ലാസുണ്ട് തത്ത വെള്ളമുണ്ട് അങ്ങെടുത്ത് ഒരൊറ്റ കുടിയെ കൊണ്ട് കുടിച്ച് വിശ്രമിച്ചില്ലേ എന്നാണ് നോക്കിയില്ലേ നോമ്പ് പോലും മറന്നുകൊണ്ട് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് നോമ്പിന് പോലും ഒരു തകരാറില്ല അത് പടച്ചറപ്പ് നോമ്പുകാരന് കൊടുത്തൊരു വിരുന്നാണ് അല്ലാതെ വിരുന്ന് കഴിച്ചാൽ അതാ നമ്മളെ ഉമ്മത്തിന്റെ പവറാണ് നമ്മളെ ഉമ്മത്തിന്റെ പവറാണ് നിങ്ങൾ അറിയാതെ വെള്ളം ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നോമ്പ് നിനക്ക് നോമ്പൊന്നും പറ്റിയിട്ടില്ല അത് മറന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഈ അതാണ് നമ്മൾ ആദ്യകാലക്കാരുടെ മറന്നുകൊണ്ടോ അബദ്ധമായിട്ടോ ചെയ്തു പോയത് അതിന്റെ പേരിൽ ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുതേ അത് പറഞ്ഞു ഇത് രണ്ടിനും നമുക്ക് പ്രശ്നമല്ല അറിഞ്ഞുകൊണ്ട് ഒന്നും മനസ്സിൽ വെക്കാതല്ല അറിയാതെ തെറ്റ് ചെയ്തു പോയൊരു മനുഷ്യൻ പഠിച്ചവനെ പുറത്തിറങ്ങുന്ന പുറത്തു പിന്നെ മനഃപൂർവം ചെയ്യുമ്പോഴാണ് ഇതിനൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത്. മനഃപൂർവം ക്ലാസ് വെള്ളം കുടിച്ചാൽ മതി അത് അടുത്തനാണ്. എല്ലാം അങ്ങനെയായി നമ്മൾക്കുള്ള വലിയ പവറുമാണ് ഓഫറുമാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട്
പട്ടിണി കിടന്നതിന് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോവാൻ വിളിക്കപ്പെടുന്ന നോമ്പുകാരാവണമെങ്കിൽ ആ നോമ്പാണ്. അവൻ അനാവശ്യമായതൊന്നും കാണാനോ പറയാനോ ചെയ്യാനോ പാടില്ല. അങ്ങനല്ല. ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. മറിയം ബീവിയെ അവര് കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തപ്പോൾ മറിയം ബീവിനോട് അല്ലാഹ് പറഞ്ഞു, നീ നോമ്പ് നോറ്റിട്ടെന്ന് പറഞ്ഞു. ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ നോമ്പ് നോക്കാൻ നേർച്ചയാക്കല്ല, ഞാൻ നോമ്പുകാരിയാണ്. നോമ്പുകാരിയല്ല. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ, മനുഷ്യനോട് എനിക്ക് സംസാരിക്കാൻ പാടില്ല. നോമ്പ് മുൻഗാമികൾക്കല്ല, നോമ്പ് പറ്റാൻ സംസാരിക്കാൻ പാടില്ല. ആരോട്? മനുഷ്യരോട്. നമുക്കോ നമ്മളോട് പറഞ്ഞ നിങ്ങൾ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. അപ്പൊ നമുക്ക് മിണ്ടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. പക്ഷെ ചെറിയൊരു ഇളവ് എന്താ ഇളവ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്റെ സമുദായം മിണ്ടാൻ പാടില്ല എന്നില്ല, അനാവശ്യമായതോ തെറ്റായതോ മിണ്ടാൻ പാടില്ല. സലാം പറഞ്ഞോളി കുഴപ്പമൊന്നുമില്ല, നല്ല വർത്താനം പറഞ്ഞോളി കുഴപ്പമൊന്നുമില്ല. മനുഷ്യനോട് സംസാരിക്കാൻ പാടില്ല മുഴുകിയേ. പക്ഷെ മുൻഗാമികളായിരുന്നു മനുഷ്യനോട് സംസാരിക്കാൻ പാടില്ല. നമുക്ക് എന്ത് ചെയ്യാം? നല്ല സംസാരിക്കാം, ചീത്ത സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാലോ സംസാരം നോമ്പ് മുറിയൂല, പക്ഷെ നോമ്പ് കൊണ്ടുള്ള ഒരു ഉപകാരം. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് മനസ്സിലാക്കുക. ഇത്രയും സമയം മണിക്കൂറുകൾ പട്ടിണി കിടക്കുന്നതിന് പടച്ചറപ്പിൽ കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ആ കൂലിയാണ്. അത് കിട്ടണമെങ്കിൽ നല്ലോണം നമ്മൾ ചിന്തിക്കണം. നമ്മള് ആ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോവുക, ഹറാമായതിലേക്ക് നോക്കി പോവുക എന്നുള്ളത് നോക്കുക. ഹറാമായത് പറയാം, മറ്റുള്ളവരെ കുറ്റം പറയാം, ഗീബത്ത് പറയാം, നമീമത്ത് പറയാം, എന്തെല്ലാം പറയുന്നത്. ഏറ്റവും ശരിക്കും ഒരു മനുഷ്യന് നോമ്പ് സഹിയാവാന് സുബഹി നിസ്കരിക്കുക ഒരൊറ്റ കടത്തം. ളുഹ്റ് ബാങ്ക് ലോഹറിന്റെ അടിച്ച് കുളിച്ച് ഉതെടുത്ത് പള്ളിയിൽ വന്ന് ലോഹറു എന്ന സ്ഥലത്ത് കയറിച്ച് ഒരൊറ്റക്കെട്ട് അസർ കയറിച്ച് ഒരൊറ്റക്കെടുത്തം മഗ്‌രിബിനെണീക്കുക, നോമ്പ് ഒരു കുഴപ്പമില്ല. നോമ്പുകാരന്റെ ഉറക്കം പോലും ഇബാദത്താണ്. നോമ്പിനെ ഇനി അതൊന്നും വേണ്ട. സുബ്ഹ് നിസ്കരിക്കുക, ഓനെ സൂര്യൻ ഉദിക്കുന്നതിന് ദിക്റില്ല, ഖുർആൻ ഓതുക ഒക്കെ ചെയ്യുക. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പം പള്ളിയിൽ രണ്ടരക്കാലം നിസ്കരിക്കുക, പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോവുക, കുളിക്കുക, തിരിച്ചു വരിക, ഖുർആൻ എടുക്കുക, ഓതുക. ഉച്ചവരെ ഓതാൻ കഴിക്കാൻ ഓതുക, ഓതാൻ കഴിഞ്ഞ് ഉറക്ക വന്നവരെ ഓതുക, ഉറക്ക വന്ന ഖുർആനോടെ വെക്കുക. ഉച്ചന്റെ മുമ്പ് കുറച്ച് കടന്നാല് താജ്യത്തിലേക്ക് എണീക്കാനൊക്കെ വളരെ സുഖമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പ്രസംഗവാദങ്ങളൊക്കെ കുറച്ച് കേൾക്കാതിരിക്കുക, അത് കഴിഞ്ഞിട്ട് ഓർമ്മത്തിൽ ഓർക്കുക, അല്ലെ ഖുർആനിലേക്ക് ഓതുക. ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ പോയിട്ട് ഇരുന്നിട്ട് ഓരാളെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കേൾക്കുക, അതും ശരീരം സംരക്ഷിക്കണം, കണ്ണ് കാണണം, നാവ് സംരക്ഷിക്കണം, ഹറാമായതിലേക്ക് നടക്കാൻ വരെ പാടില്ല, കാല് സംരക്ഷിക്കണം, കൈ സംരക്ഷിക്കണം. ഈ അവയവങ്ങളൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഇത്രയും സമയം പട്ടിണി കിടക്കുമ്പോഴാണ് റയ്യാൻ
ഉള്ളപ്പോൾ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അത്